നിക്ഷേപം അത് നാളെയല്ല, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. എത്രയും വേഗം തുടങ്ങുന്നുവോ അത്രയും നല്ലത്. സാലറി കുറവായിട്ട് പോലും ചിലവുകളൊക്കെ നിയന്ത്രിച്ച് കറക്റ്റായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവരുണ്ട്. അതുപോലെ തന്നെ വലിയ സാലറി ഉണ്ടായിട്ടും അത് കറക്റ്റായിട്ട് വിനിയോഗിക്കാതെ ചിലവഴിച്ച് കളയുന്നവരുണ്ട്. അതുപോലെ തന്നെ നല്ല സാലറി ഉണ്ടായിട്ടും കുറച്ചുകൂടി സാലറി വരട്ടെ എന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാമെന്ന് കരുതി നാളെ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നവരുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. എത്ര ചെറിയ സാലറി ആണെങ്കിൽ കൂടി അതിൽ നിന്നും ചെറിയൊരു എമൗണ്ട് നമുക്ക് മിച്ചം പിടിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാനായി സാധിക്കും. ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അത് എത്ര ചെറിയ തുകയാണെങ്കിൽ കൂടി അത് ഭാവിയിൽ അത് ഗ്രോ ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ ദിവസേന ₹1 വീതം മാറ്റി വെച്ച് മാസം ₹30 ഒരു സേവിങ്സ് അക്കൗണ്ടിൽ നിക്ഷേപം നടത്തി. ആ ഒരു സേവിങ്സ് അക്കൗണ്ട് 4% റിട്ടേൺ നൽകിയാൽ പോലും അടുത്ത 30 വർഷം കഴിയുവാൻ നേരത്തെ നിങ്ങളുടെ നിക്ഷേപം ₹20,624 ആയിട്ടുണ്ടാകും. അതിൽ ₹10,740 നിങ്ങൾ ദിവസേന ₹1 വീതം മാറ്റി വെച്ച് മാസം ₹30 ആക്കി ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ എമൗണ്ടും ബാക്കി ₹9,884 നിങ്ങൾക്ക് ലഭിച്ച പലിശയുമാണ്. ഇൻഫ്ലേഷനൊക്കെ പരിഗണിക്കുവാൻ നേരത്ത് 30 വർഷം കഴിയുമ്പോൾ ഈ ഒരു തുക ചെറിയൊരു എമൗണ്ട് ആണെന്ന് അറിയാം. എങ്കിലും ഒരു ഉദാഹരണം പറയുവാനായിട്ട് തിരഞ്ഞെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഉദാഹരണത്തിൽ നിന്നും മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് പറ്റുന്ന എമൗണ്ടിൽ നിന്നും ഏറ്റവും ചെറിയ എമൗണ്ട് അല്ല നമ്മൾ നിക്ഷേപം നടത്തേണ്ടത്. നമുക്ക് പറ്റുന്ന എമൗണ്ടിനെ മാക്സിമം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. അങ്ങനെ വലിയ തുക ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ മാത്രമേ ഭാവിയിൽ വരുന്ന ഇൻഫ്ലേഷനൊക്കെ ബീറ്റ് ചെയ്തൊക്കെ രീതിയിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ഗ്രോ ചെയ്യുകയുള്ളൂ. മാത്രമല്ല ഈ ഒരു 30 വർഷം എന്ന രീതിയിൽ വളരെ ലോങ് ടൈം ഒന്നും എടുക്കില്ല നമ്മുടെ നിക്ഷേപം വളരുവാനായിട്ട്. അതിന് മുന്നേ തന്നെ നമുക്ക് വളരെ വേഗത്തിൽ നമ്മുടെ നിക്ഷേപം വളർത്തിയെടുക്കുവാനായി സാധിക്കും. ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ജോലിയൊക്കെ കിട്ടുവാൻ നേരത്ത് ചിലവുകളൊക്കെ നിയന്ത്രിച്ച് കറക്റ്റായിട്ട് നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. അങ്ങനെ ചെറുപ്പകാലത്ത് ചിലവുകളൊക്കെ നിയന്ത്രിച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ലൈഫ് ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കും. ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാനായിട്ട് വളരെ വലിയ എമൗണ്ടിന്റെ ആവശ്യമൊന്നുമില്ല. എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും നമുക്ക് നിക്ഷേപം നടത്തുന്നതിലൂടെ അത് വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ദിവസേന വെറും ഒരു ₹100 മാറ്റി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് 5 വർഷം കൊണ്ട് അത് ലക്ഷ്യങ്ങളാക്കി മാറ്റുവാനായി സാധിക്കും. അതിന് പറ്റിയ 3 നിക്ഷേപ മാർഗ്ഗങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഈ നിക്ഷേപ മാർഗ്ഗങ്ങളിൽ ദിവസേന ₹100 വീതം നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് എത്ര രൂപ നമുക്ക് റിട്ടേൺ ലഭിക്കുമെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിന്റെ അൽഗോരിതം അനുസരിച്ച് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ഒരു ലൈക്ക് തീർച്ചയായിട്ടും വേണം. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് നൽകുക. അപ്പോൾ എല്ലാവരെയും മണി മലയാളത്തിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒന്നാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് RD അഥവാ റിക്കറൻറ്റ് ഡെപ്പോസിറ്റ്. താരതമ്യേന സേഫ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്. നിങ്ങൾക്ക് നിലവിൽ യാതൊരുവിധ സേവിങ്സും ഇല്ല, എമർജൻസി ഫണ്ട് പോലും ഇല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള RD ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ് നല്ലത്. RDയിലൂടെ നമുക്ക് നല്ലൊരു എമൗണ്ട് ബിൽഡ് ചെയ്തെടുക്കുവാനായി സാധിക്കും. നമ്മൾ മന്ത്ലി ഒരു നിശ്ചിത എമൗണ്ട് വീതം ഒരു കാലയളവിലേക്ക് നിക്ഷേപിക്കുന്നു. ആ ഒരു കാലയളവ് കഴിയുവാൻ നേരത്ത് നമുക്ക് നിക്ഷേപിച്ച എമൗണ്ടും അതിന് ലഭിച്ച പലിശയും കൂട്ടുപലിശയും എല്ലാം കൂടി നല്ലൊരു എമൗണ്ട് തിരികെ ലഭിക്കുന്നു. നമുക്ക് ബാങ്കുകളിൽ കൂടാതെ പോസ്റ്റ് ഓഫീസിലും RD അവൈലബിൾ ആണ്. പോസ്റ്റ് ഓഫീസ് RD നോക്കുകയാണെങ്കിൽ നിലവിലെ പലിശ നിരക്ക് വരുന്നത് 5.8% ആണ്. മാത്രമല്ല പോസ്റ്റ് ഓഫീസ് RD 5 വർഷ കാലാവധിയിലേക്കുള്ള ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആണ്. 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രീമച്യൂറായിട്ട് ക്ലോസ് ചെയ്യാനായി സാധിക്കും. 1 വർഷം കഴിയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. റിബേറ്റ് ആനുകൂല്യമാണ് പോസ്റ്റ് ഓഫീസ് RDയുടെ വലിയൊരു പ്രത്യേകത. നിങ്ങൾ മിനിമം 6 മാസത്തെയെങ്കിലും മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ഒരുമിച്ച് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിബേറ്റ് ആനുകൂല്യം ലഭിക്കും. നിങ്ങളിങ്ങനെ 6 മാസത്തെ ഇൻസ്റ്റാൾമെന്റ് ഒരുമിച്ച് അടച്ചു കഴിഞ്ഞാൽ ₹100ക്ക് ₹10, ഇനി 1 വർഷത്തെ ഇൻസ്റ്റാൾമെന്റ് ഒരുമിച്ച് അടച്ചു കഴിഞ്ഞാൽ ₹100ക്ക് ₹40 റിബേറ്റ് ലഭിക്കും. പോസ്റ്റ് ഓഫീസ് RDയെ പറ്റി നമ്മൾ ഇതിനു മുമ്പ് വിശദമായുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റ് ഓഫീസ് RDയെ പറ്റി വിശദമായിട്ട് അറിയാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾ ദിവസേന ₹100 വീതം മാറ്റി വെച്ച് മാസം ഒരു ₹3000 ഒരു RD സ്കീമിൽ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ 5 വർഷം കഴിയുവാൻ നേരത്ത് നമുക്ക് എത്ര രൂപ തിരികെ ലഭിക്കുമെന്ന് നോക്കാം. നിങ്ങൾ ദിവസം ₹100 വീതം മാറ്റി വെച്ച് കഴിഞ്ഞാൽ മാസം അത് ₹3000 ആയിട്ട് മാറും. ₹3000 വീതം ഒരു RDയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു എന്ന് കരുതുക. പോസ്റ്റ് ഓഫീസ് RD ആണെങ്കിൽ നിലവിലെ പലിശ നിരക്ക് ഏകദേശം 5.80% ആണ്. ബാങ്കുകളിലൊക്കെ ആണെങ്കിൽ 5 വർഷത്തേക്ക് RD ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 5.35 to 5.5% ആണ് നിലവിൽ നൽകുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ പോസ്റ്റ് ഓഫീസിലാണെങ്കിൽ ഈ ഒരു 5.8% ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ലഭിക്കും. നമ്മൾ 5 വർഷത്തേക്ക് നിക്ഷേപം നടത്തുന്നു എന്ന് കരുതുക. ഇങ്ങനെ ഡെപ്പോസിറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് 5 വർഷം കഴിയുമ്പോൾ ലഭിക്കുന്ന മെച്യൂരിറ്റി എമൗണ്ട് ഏകദേശം ₹2,09,90 ഇതിൽ ₹29,090 നമുക്ക് ലഭിച്ച പലിശയാണ്. നമുക്ക് ഈ ഒരു ചാർട്ട് നോക്കിയാൽ മനസ്സിലാക്കാനായി സാധിക്കും 5 വർഷം കൊണ്ട് നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ ഗ്രോത്ത്. ഇത് കണ്ടോ, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് എല്ലാം തന്നെ ഇങ്ങനെ വളർന്നു വരുന്നത്. അപ്പോൾ ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യാനായി പഠിക്കണം ആദ്യം തന്നെ.
മറ്റൊരു ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ. നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്ന റിസ്കിന്റെ അടിസ്ഥാനത്തിൽ പല കാറ്റഗറി മ്യൂച്വൽ ഫണ്ടുകൾ അവൈലബിൾ ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകുന്നതുമായ ഒരു കാറ്റഗറി ആണ് ഇക്വിറ്റി കാറ്റഗറി, അതായത് ഓഹരികളിൽ നിക്ഷേപം നടത്തുന്ന മ്യൂച്വൽ ഫണ്ടുകൾ. ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റുമായി കമ്പയർ ചെയ്യുമ്പോൾ റിസ്ക് കുറവാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഒരു റിസ്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ യാതൊരുവിധ സേവിങ്സും ഇല്ല, ഒരു എമർജൻസി ഫണ്ട് ഇല്ല. അങ്ങനെയുള്ളവർ ചാടിക്കറി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. ആദ്യം നല്ലൊരു സേവിങ്സ് ബിൽഡ് ചെയ്തെടുക്കുക, അതിൽ നിന്നും നല്ലൊരു എമൗണ്ട് എമർജൻസി ഫണ്ടിലേക്ക് മാറ്റിവെക്കുക. അതിനുശേഷം മാത്രം റിസ്ക് ഉള്ള കാറ്റഗറി ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് എമർജൻസി ഫണ്ട് ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് കാണാൻ ഡൗൺ ആണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ എമൗണ്ടിനേക്കാൾ കുറവ് എമൗണ്ട് മാത്രമേ നമുക്ക് തിരികെ ലഭിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ ഒരു നഷ്ടം സഹിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് പോലെ റിസ്ക് ഉള്ള കാറ്റഗറി ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു സേവിങ്സ് ആദ്യം ബിൽഡ് ചെയ്യുക. സേവിങ്സ് ബിൽഡ് ചെയ്ത ശേഷം അതിൽ നിന്നും ഒരു വിഹിതം എമർജൻസി ഫണ്ടിലേക്ക് മാറ്റിവെക്കുക. അതിനുശേഷം മാത്രം റിസ്ക് ഉള്ള കാറ്റഗറി ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ എടുത്ത് നോക്കുക നേരത്തെ അതിൽ റിട്ടേൺ എന്ന രീതിയിൽ ഒരു പെർസെൻറ്റേജ് കാണിച്ചിട്ടുണ്ടാകും. ഈ ഒരു പെർസെൻറ്റേജ് അത് പ്രീവിയസ് ഇയറിൽ നൽകിയ ഒരു ആവറേജ് റിട്ടേൺ ആണ്. അല്ലാതെ ഫ്യൂച്ചറിൽ ഈ ഒരു പെർസെൻറ്റേജ് റിട്ടേൺ നമുക്ക് ലഭിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഫണ്ടുകളിലെ പ്രീവിയസ് ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് 12% റിട്ടേൺ ഓഹരി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടുകൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ദിവസേന ഒരു 100 രൂപ വീതം മാറ്റി വെച്ചാൽ ഒരു മാസമാകുമ്പോൾ 3000 രൂപയാകും. ഈ ഒരു 3000 രൂപ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫണ്ട് ചൂസ് ചെയ്ത് അതിൽ മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ റിസ്ക് കുറക്കുവാനായിട്ട് ഒരു ഫണ്ടിന് പകരം 2-3 വ്യത്യസ്ത ഫണ്ടുകൾ തിരഞ്ഞെടുത്ത് അതിൽ നിങ്ങൾ SIP വഴി എല്ലാ മാസവും കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. ഇങ്ങനെ ദിവസം 100 രൂപ വീതം മാറ്റിവെച്ച് മാസം 3000 രൂപ നിങ്ങൾ ഏതെങ്കിലും 2-3 ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഈ ഫണ്ടുകളൊക്കെ ആവറേജ് ഒരു 13% റിട്ടേൺ നൽകി കഴിഞ്ഞാൽ 5 വർഷം കഴിയുവാൻ നേരത്ത് എത്ര രൂപ നിങ്ങൾക്ക് തിരികെ ലഭിക്കുമെന്ന് നോക്കാം. നമ്മൾ ദിവസം 100 രൂപ വീതം മാറ്റി വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി അത് 3000 രൂപയായിട്ട് മാറും. അപ്പം 3000 രൂപ വീതം നമ്മൾ 2-3 ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. ഇത് ഒരു ആവറേജ് 13% റിട്ടേൺ നൽകുമെന്ന് കരുതുക. 13% റിട്ടേൺ നൽകി ടൈം പീരീഡ് വരുന്നത് ഏകദേശം ഒരു 5 വർഷമാണ്. 5 വർഷം കഴിയുന്ന നേരത്ത് നമുക്ക് ടോട്ടൽ ലഭിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2,54,410 രൂപയാണ്. ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ എമൗണ്ട് വരുന്നത് ഏകദേശം 1,80,000 രൂപയാണ്. ബാക്കിയുള്ള ഏകദേശം 74,410 രൂപ ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് നമുക്ക് ലഭിച്ച റിട്ടേൺ ആണ്. മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഹൈ റിസ്ക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ഹൈ റിട്ടേണും ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറി നമുക്ക് നൽകുന്നുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിലവിൽ യാതൊരു സേവിങ്സും ഇല്ല, എമർജൻസി ഫണ്ടൊന്നുമില്ല. അങ്ങനെയുള്ളവർ ചാടി കയറി ഈ ഒരു ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാനായി നിൽക്കരുത്. ആദ്യം ഒരു സേവിങ്സ് ബിൽഡ് ചെയ്യുക, എമർജൻസി ഫണ്ട് മാറ്റി വെക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്ന റിസ്കിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു എമൗണ്ട് നിക്ഷേപം നടത്തുക. ഇതിനായിട്ട് ഫ്യൂച്ചറിൽ ഗ്രോ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷയുള്ള കുറച്ചധികം സെക്ടേഴ്സ് കാണും. ആ സെക്ടറിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കമ്പനി ചൂസ് ചെയ്യുക. എക്സാമ്പിളായിട്ട് റിന്യൂവബിൾ എനർജി, അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ്, പിന്നെ ഇൻഷുറൻസ് സെക്ടർ, അതൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ വളരുമെന്ന് പ്രതീക്ഷയുള്ള സെക്ടേഴ്സാണ്. അപ്പോൾ ഈ രീതിയിൽ നല്ല രീതിയിൽ ഫ്യൂച്ചറിൽ പെർഫോം ചെയ്യുമെന്ന് പ്രതീക്ഷയുള്ള സെക്ടർ തിരഞ്ഞെടുത്ത് അതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കമ്പനികൾ ചൂസ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റും ഫ്യൂച്ചറിൽ ഇത്ര പെർസെൻറ്റേജ് റിട്ടേൺ നമുക്ക് തീർച്ചയായിട്ടും നൽകുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. നിലവിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ കൂടി ഫ്യൂച്ചറിൽ ആ ഒരു കമ്പനിക്ക് എന്തും സംഭവിച്ചേക്കാം. ഹൈ റിസ്ക് ഉള്ളതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഹൈ റിട്ടേൺ നേടുവാനായിട്ട് സാധിക്കും. കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ബജാജ് ഫിനാൻസിന്റെ 2009 ഡിസംബറിൽ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും 32 രൂപ മാത്രമായിരുന്നു. ഇന്നിപ്പോൾ ബജാജ് ഫിനാൻസിന്റെ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ഏകദേശം 4,919 രൂപയാണ്. നിങ്ങൾ 2009 ഒരു 1000 രൂപ ബജാജ് ഫിനാൻസിലെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരുന്നെങ്കിൽ അന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു 31 സ്റ്റോക്കുകൾ വാങ്ങാൻ സാധിക്കുമായിരുന്നു. അന്ന് നിങ്ങൾ 1000 രൂപ കൊടുത്ത് ബജാജ് ഫിനാൻസിന്റെ 31 സ്റ്റോക്കുകൾ വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ആ ഒരു 1000 രൂപയുടെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 1,52,000 രൂപയായിട്ട് മാറിയേനെ. മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു ബ്രാൻഡായ വിഗാർഡിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് 2009 ഡിസംബറിൽ ഏകദേശം 6 രൂപ മാത്രമായിരുന്നു. ഇന്നിപ്പോൾ നിലവിൽ വിഗാർഡിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് വരുന്നത് 227 രൂപയാണ്. 2009 ഡിസംബറിൽ നിങ്ങൾ ഒരു 1000 രൂപ വിഗാർഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 166 സ്റ്റോക്കുകൾ വാങ്ങുവാനായി സാധിക്കുമായിരുന്നു. അന്നങ്ങനെ 1000 രൂപ കൊടുത്ത് വിഗാർഡിൻ്റെ ഏകദേശം 166 സ്റ്റോക്കുകൾ വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഒരു 1000 രൂപ ഏകദേശം 37,000 രൂപയ്ക്ക് മുകളിലായി വളർന്നേനെ. മറ്റൊരു ഉദാഹരണമാണ് അവന്തി ഫീഡ്സ്. അവന്തി ഫീഡ്സിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് 2009 ഡിസംബറിൽ ഏകദേശം 1 രൂപ 66 പൈസ മാത്രമായിരുന്നു. അന്ന് നിങ്ങൾ 1000 രൂപ അവന്തി ഫീഡ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 602 സ്റ്റോക്കുകൾ വാങ്ങുവാനായി സാധിക്കുമായിരുന്നു. ഇന്നിപ്പോൾ അവന്തി ഫീഡ്സിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഏകദേശം 515 രൂപയാണ്. അന്ന് നിങ്ങൾ 1000 രൂപ അവന്തി ഫീഡ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഒരു 1000 രൂപ ഏകദേശം 3 ലക്ഷം രൂപയായിട്ട് വളർന്നിട്ടുണ്ടായേനെ. അപ്പോൾ ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് വളരെ വലിയൊരു റിട്ടേൺ നേടുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ്
മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ റിസ്ക് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറി കൂടിയാണ്. ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന കമ്പനി ഇപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഫ്യൂച്ചറിൽ ആ ഒരു കമ്പനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഒരു പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന എമൗണ്ട് കൂടി നമുക്ക് നഷ്ടമായെന്ന് വരാം. 2009 കാലഘട്ടത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായി വളരെയേറെ ബുദ്ധിമുട്ടേണ്ടതായി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല, നമുക്ക് വളരെ വേഗത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. അതിനായിട്ട് വിവിധ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ ഇന്ന് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ സൗജന്യമായിട്ട് ട്രേഡിംഗ് അക്കൗണ്ടും അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യാം. സാധാരണയായിട്ട് ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഏകദേശം 300 രൂപ നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. എന്നാൽ അപ്സ്റ്റോക്സിൽ നിലവിൽ നമുക്ക് സൗജന്യമായിട്ടൊരു ട്രേഡിംഗ് അക്കൗണ്ടും അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ടും വരെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അപ്സ്റ്റോക്സിൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, എങ്ങനെ സ്റ്റോക്ക് വാങ്ങാം, വിൽക്കാം, അതിനെപ്പറ്റി നമ്മളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ കണ്ടുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഏത് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനായാലും നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ എമൗണ്ട് വളരുകയുള്ളൂ. അതിപ്പോൾ താരതമ്യേന സേഫ് ആയിട്ടുള്ള RD ആണെങ്കിൽ കൂടി നമ്മൾ നിക്ഷേപം തുടങ്ങുമ്പോൾ നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് വളരണമെന്നില്ല. അത് പതുക്കെ ഗ്രോ ചെയ്യുകയുള്ളൂ. നമ്മൾ നിക്ഷേപം നടത്തുന്ന ഒരു കാലയളവിൽ ഏറ്റവും അവസാനത്തോടെ എത്തുമ്പോഴായിരിക്കും നമ്മുടെ നിക്ഷേപം നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനായി സ്റ്റാർട്ട് ചെയ്യുക. മ്യൂച്വൽ ഫണ്ടിന്റെയും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെയും കേസ് അതാണ്. വിപണിയിൽ ഇടയ്ക്കിടയ്ക്ക് ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. അതനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ എമൗണ്ടിനും ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. അത് കണ്ടുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ എമൗണ്ട് വിഡ്രോ ചെയ്യാനായിട്ട് നിന്നാൽ നമുക്ക് നഷ്ടം സംഭവിക്കും. നമ്മൾ നല്ല കമ്പനികൾ കണ്ടെത്തി ആ കമ്പനികളിലെ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. ലോങ് ടൈമിലേക്ക് ആ ഒരു കമ്പനിയിൽ ഉയർച്ചയുണ്ടാകും, താഴ്ചയുണ്ടാകും. നിങ്ങൾ ചൂസ് ചെയ്യുന്നത് നല്ല കമ്പനിയാണെങ്കിൽ താഴ്ച ഉണ്ടായാലും പിന്നീട് അത് ഉയർന്നു വരിക തന്നെ ചെയ്യും. ഇപ്പോൾ നിലവിൽ നമുക്ക് സ്റ്റോക്കുകളിലും SIP വഴി ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് സാധിക്കും. നിങ്ങൾ ദിവസം 100 രൂപ വീതം മാറ്റി വെച്ച് മാസം 3000 രൂപ 2-3 നല്ല കമ്പനികളുടെ സ്റ്റോക്ക് കണ്ടെത്തി ആ സ്റ്റോക്കുകളിൽ എല്ലാ മാസവും കൃത്യമായിട്ട് SIP വഴി ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. ഇങ്ങനെ നടത്തി കഴിഞ്ഞാൽ ഒരു 5 വർഷം കൊണ്ട് നമുക്ക് നല്ലൊരു എമൗണ്ട് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഇങ്ങനെ മാസം 3000 രൂപ വീതം നിങ്ങൾ 2-3 സ്റ്റോക്കുകളായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഈ സ്റ്റോക്കുകൾ 5 വർഷം കഴിയുവാൻ നേരത്ത് ഏകദേശം ആവറേജ് 16% റിട്ടേൺ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ റിട്ടേൺ ആയിട്ട് ലഭിക്കുമെന്ന് നോക്കാം. ദിവസം 100 രൂപ മാറ്റി വെച്ച് മാസം 3000 രൂപ 2-3 സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ആ സ്റ്റോക്കുകൾ 5 വർഷത്തിനുള്ളിൽ ഏകദേശം ഒരു ആവറേജ് 16% റിട്ടേൺ നൽകി എന്ന് കരുതുക. ഇങ്ങനെ നൽകിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഒരു റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം 2,76,748 രൂപയാണ്. ഇതിൽ 1,80,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ എമൗണ്ടാണ്. ബാക്കി ഏകദേശം 96,748 രൂപ നമുക്ക് ഈ സ്റ്റോക്കുകളിൽ നിന്ന് ലഭിച്ച റിട്ടേൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് നൽകുക. നിങ്ങൾ ആദ്യമാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി